ഇനി നമുക്ക് സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് വലിയ സേമിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണേ. അപ്പോഴേക്കും നമുക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് വീട്ടിലൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് തോന പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് സേമിയ അപ്പോഴേക്ക് മുറിച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സേമിയം വറുത്തെടുക്കാം. കരിഞ്ഞു പോവരുത്. പാല് തിളച്ചിട്ടുണ്ട്. ആ തിളച്ച പാലിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കേ. പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചില ആൾക്കാർക്ക് കൂടുതൽ മധുരം വേണ്ടി വരും, ചില ആൾക്കാർക്ക് കുറച്ച് മധുരം വേണ്ടി വരുള്ളൂ. അപ്പോൾ സേമിയ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഇതുപോലെയൊക്കെ പാചകമൊക്കെ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. മിൽക്ക് മെയ്ഡ് ഉണ്ട് വെച്ചാൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇത് മിൽക്ക് മെയ്ഡ് ഇല്ലായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഞങ്ങൾ പഞ്ചസാര ഉരുക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര കരിയാതെ നോക്കണം. ചെറിയ തീയയിലിട്ടിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അത് പഞ്ചസാര പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. വണ്ടിപ്പരിപ്പായി ഇനി അതിൻ്റെ മേലേക്ക് തന്നെ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് വെച്ചാൽ നമുക്കത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സേമിയ പായസം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.